Good morning. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എക്യുപ്മെന്റ്സുകൾ പഠിച്ചായിരുന്നു 7 എണ്ണം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്താണ് എക്യുപ്മെന്റ്സുകൾ. ഈ നമ്മള് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ വേറെ എക്യുപ്മെന്റ്സുകളും ഈ ആംബുലൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതില് ഫസ്റ്റ് പറഞ്ഞ 2-വേ റേഡിയോ പറഞ്ഞു, അടുത്തത് മൊബൈൽ ഡാറ്റ ടെർമിനൽ, പിന്നെ എവിഡൻസ് ഗ്യാതറിംഗ് CCTV, പിന്നെ നെക്സ്റ്റ് ആണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പുകള്, പിന്നെ അടുത്തത് ട്രോമ ലൈറ്റിംഗ് പറഞ്ഞു, എയർ കണ്ടീഷനിങ്, 7th വൺ ഡേറ്റ റെക്കോർഡ്സ് അല്ലെ? ഇത്രയും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിംബലുകൾ യൂസ് ചെയ്യണത്? എമർജൻസി, മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിംബലുകളാണ്. അതിന്റെ പേരുകൾ നിങ്ങൾ നോക്കണം. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, ഇത് രണ്ടും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഓരോ രാജ്യങ്ങളിലും മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഇത്. പാസീവ് വിഷ്വൽ വാർണിംഗ്. ഇതിപ്പോ ആംബുലൻസിന്റെ ഒക്കെ ആണെങ്കിലും ഒക്കെ നമ്മള് ഡോറിന്റെ അവിടെ സൈഡിലും ഒക്കെ ഈ സിംബലുകൾ ഉണ്ടാവും. ഹോസ്പിറ്റല് നമുക്ക് എമർജൻസി മെഡിക്കൽ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിംബലുകള്. പ്ലസ് സൈൻ, റെഡ് ക്രോസ് കണ്ടിട്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ അങ്ങനെയുള്ളവർക്കുടെ ഷർട്ടിലൊക്കെ ഈ സിംബലുകളൊക്കെ ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ എമർജൻസി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, പിന്നെ റെഡ് ക്രിസന്റ്, മാൾട്ടീസ് ക്രോസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ആംബുലൻസ് എന്ന് എഴുതിയേക്കണം. ബാറ്റേൺബർഗ് മാർക്കിങ്. അപ്പൊ അതിങ്ങനെ ചെക്ക് ഇതുപോലെ നമ്മള് ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ ആംബുലൻസ് ആണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സൈഡില് ഇങ്ങനെയുള്ള മാർക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് സാധാരണയായിട്ട് നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ റെഡും ഏതാ വൈറ്റും ആ ചെക്കായിരിക്കും കൂടുതൽ. റെഡും വൈറ്റും ഉള്ള ചെക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീനും യെല്ലോയും ഉള്ള ഈ ചെക്ക് ബാറ്റൻബർഗ് മാർക്കിങ്സ് ഉണ്ട്. ഓക്കെ, ആംബുലൻസിൽ നമ്മൾ സൈഡിലും ഒക്കെ ആയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള വിഷ്വൽ, പാസീവ് വിഷ്വൽ വാർണിങ്സ്, സൈനുകൾ അല്ലെങ്കിൽ ഈ സിംബലുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത നെക്സ്റ്റ് വരുന്നത് ബാറ്റൻബർഗ് മാർക്കിംഗ് ആർ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. ഇതൊരു പാറ്റേൺ ആണ്. നമ്മുടെ ഇന്ത്യൻ ദൂരെ നിന്നൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ഈ ആംബുലൻസിന്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സിംബലുകൾ ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യാനാണ്, ആംബുലൻസ് ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളാണ് ഇത്. അപ്പൊ അതിനകത്ത് നോക്കിയേ, passive visual warning are generally part of the design of the vehicle. ആ വാഹനത്തിന്റെ ഒരു ഡിസൈനിന്റെ ഭാഗമാണ് ഈ പാസീവ് വാർണിംഗ് സിംബലുകൾ. അതപ്പോ ഈ നമ്മളത് ഓൾറെഡി നമ്മളിപ്പോ ആംബുലൻസ് ആണ് അത് പെയിന്റ് ചെയ്യുമ്പോൾ ആ സിംബല് ആ വെഹിക്കിളിൽ ഓൾറെഡി എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇത് എപ്പോഴും ഉണ്ടാവും, അല്ലാതെ നമ്മൾ എമർജൻസി സമയത്ത് അത് അങ്ങനെ ഒന്നും കാണിക്കുന്നതല്ല, എപ്പോഴും അത് ഉണ്ടാവും. അത് പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. is generally the part of the design of the vehicle. പാസീവ് വിഷ്വൽ വാർണിംഗ് സാധാരണയായിട്ട് ഒരു വെഹിക്കിളിന്റെ ഡിസൈനിന്റെ ഭാഗമാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കും. സാധാരണ നമ്മൾ പെയിന്റ് ചെയ്യൂലേ, അപ്പൊ അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കും. ആ ഏതാ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യണ കാര്യമൊന്നുമില്ല. അത് ആ വാഹനത്തിന്റെ തന്നെ ഡിസൈനിന്റെ ഒരു ഭാഗമാണ് ഈ പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ യൂസ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ ആർ ഇൻവോൾവ്. അതൊരു പ്രത്യേക പാറ്റേൺ ആണ്. കൂടാതെ ഒരു ഉയർന്ന ഒരു കോൺട്രാസ്റ്റ് പാറ്റേണുകളുടെ ഉപയോഗവും ഇതിനകത്ത് വരുന്നുണ്ട്. ഓൾഡർ ആംബുലൻസ് and those in developing countries. Okay, older ambulance more probably to have their pattern painted on, whereas modern ambulance normally carry retro reflective design which reflect the light from car headlights or torches. അപ്പൊ പഴയ ആംബുലൻസിലാണെങ്കിലോ ഇതിങ്ങനെ പാറ്റേൺ ആ ഇതിനകത്ത് നമ്മൾ വെഹിക്കിളിൽ തന്നെ പെയിന്റ് ചെയ്ത് വെച്ചേക്കാം.
ഇങ്ങനെ ചെക്ക് ഇതുപോലെയുള്ളത് ആ വാഹനത്തിൽ തന്നെ ഈ സിമ്പിള് വെറുതെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതാണ് ഓൾഡർ ആംബുലൻസിൽ. എന്നാൽ ഇപ്പൊ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തോടുകൂടി നമ്മളിപ്പോ മോഡേൺ ആംബുലൻസുകൾ എങ്ങനെയാണ് ഇത് നോക്കുന്നത്? നോർമലി ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ, റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനുകളാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ആംബുലൻസിന്റെ നേരെ അതിപ്പോ നമ്മൾ പകലാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചെക്ക് ഈ പാറ്റേൺ പെയിന്റ് ചെയ്തേക്കുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അപ്പൊ കാര്യം നമ്മള് ലൈറ്റ് ഇപ്പൊ നമ്മുടെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിൽ നിന്ന് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടിയും ഐഡന്റിഫൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ ഇപ്പൊ മോഡേൺ ആംബുലൻസിൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകൾ വെച്ചിട്ടുണ്ട്. അതായത് അപ്പൊ ഇപ്പൊ നമ്മുടെ നേരെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിൽ വരുന്ന വാഹനങ്ങള് അതിന്റെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും റിഫ്ലക്ട് ചെയ്യും. ആ പാറ്റേൺ കുറച്ചും കൂടി തെളിഞ്ഞ് റിഫ്ലക്ട് ചെയ്ത് കാണുന്ന തരത്തിലാണ് ഇപ്പൊ മോഡേൺ ആംബുലൻസിൽ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. പണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓൾഡർ ആംബുലൻസിൽ വെറുതെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, വെറുതെ പെയിന്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ പകലൊക്കെ കാണാമെങ്കിൽ രാത്രി കുറച്ചും കൂടിയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡേൺ ആംബുലൻസുകളിൽ അവിടെ ഇത് എങ്ങനെയാ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളെ വെച്ചേക്കുന്നത്. അപ്പൊ എതിരെ വരുന്ന വാഹനത്തിൽ നിന്നും ലൈറ്റ് വരുമ്പോൾ തന്നെ ആ ബാറ്റൺ മാർക്കിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്ട് ചെയ്യുന്നു. ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോ ഈ റോഡുകളിലൊക്കെ ആണെങ്കിലും ഇപ്പോ നമ്മള് അപകടത്തിന്റെ ഇതൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ലൈറ്റുകളൊക്കെ ആണെങ്കിലും നമ്മള് സൈഡൊക്കെ തിരിച്ചേക്കുന്ന സൈഡിൽ കൂടെ ഒക്കെ ഉള്ള ഇതൊക്കെ ഇടുന്ന റിട്രോ റിഫ്ലക്റ്റീവ് ലൈറ്റുകളാ. നമ്മൾ വണ്ടി പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ റോഡിലെ ആ മാർക്കിംഗ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പാടില്ലേ? അത് ലൈറ്റ് മാറിക്കഴിയുമ്പോൾ സാധാരണ ഇതായിരിക്കും. പക്ഷെ ലൈറ്റ് അതിലേക്ക് അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഫ്രം കാർ ഹെഡ്ലൈറ്റ്സ് ഓർ ടോർച്ചസ്, കാറിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നോ ടോർച്ചിൽ നിന്നോ ഒക്കെ ആ ബാറ്റൺ മാർക്കിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ആ ഡിസൈൻ അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊക്കെ ഏതാ? പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ആംബുലൻസിന്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ചെക്ക് ഇതുപോലെയുള്ളത് കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ല അങ്ങനെ ചെക്ക് ഇതുപോലെയുള്ളത്? അപ്പൊ പണ്ട് നേരത്തെ ആംബുലൻസിൽ നിന്ന് ഇത്ര ടെക്നോളജി ഒന്നും ഇല്ല. അപ്പൊ അത് പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ്. ആ ബാറ്റൺ മാർക്കുകള് ഇവിടെ പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെയാ, ഇത് റിട്രോ റിഫ്ലക്റ്റീവ് ലൈറ്റ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ നേരെ വരുന്ന വാഹനത്തിന്റെ ലൈറ്റ് അതിലേക്ക് അടിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട്? ആംബുലൻസിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കിയേ നെക്സ്റ്റ്. Another passive marking from is the word ambulance. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞത് വേർഡ് ആംബുലൻസ് എന്നുള്ള വേർഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസ് എന്ന ഫ്രണ്ടിൽ എഴുതിയേക്കണ ആണോ? നേരെയാണ് ആംബുലൻസ് എഴുതിയേക്കണേ? അത് തിരിച്ചായിരിക്കും എഴുതിയേക്കണേ, തലകുത്തിയായിരിക്കും കിടക്കുന്നത് അല്ലെ? തിരിച്ചെഴുതിയേക്കുന്ന കണ്ടിട്ടില്ല ആംബുലൻസ് എന്ന്? തിരിച്ചെഴുതിയേക്കുന്നത് ആംബുലൻസ് ഒക്കെ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ. നിങ്ങളുടെ അതിക്കടെയൊക്കെ പോകുമ്പോഴും ഒക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് എങ്ങനെയാ? നേരെയല്ല, അതെന്താ തിരിച്ചെഴുതിയേക്കുന്നത്? അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇൻ ദ റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. ആ ആംബുലൻസിന്റെ ഫ്രണ്ടില് റിവേഴ്സ് ഓർഡറിലാണ് ആംബുലൻസ് എന്ന് എഴുതിയേക്കുന്നത്. എന്തിനു വേണ്ടിയാ? This enabled drivers of other vehicle to simply identify an approaching ambulance in their rear view mirror. Ambulance mirror. Okay, rear view mirror. അപ്പൊ അതിനകത്ത് അത് സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല എന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാ അപ്പൊ നമ്മുടെ ബാക്കില് നമ്മൾ ഫ്രണ്ടിൽ ഇപ്പൊ പോകാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ബാക്കിൽ ആംബുലൻസ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് സൈറൻ ഇട്ടോണ്ടല്ലല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ അല്ലാത്ത സമയത്ത് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ബാക്കിൽ ആംബുലൻസ് ഉണ്ട്, നമ്മൾ വഴിയൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ഒതുക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും പുറകിലേക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ഡ്രൈവേഴ്സ് മിററിൽ കൂടിയാ നോക്കുന്നേ. ബാക്കില് വണ്ടി എങ്ങനെയാ?
തിരിഞ്ഞു നോക്കാമല്ലോ, ബാക്കിൽ വണ്ടി ഉണ്ടോ അല്ലെങ്കിൽ എന്താന്നുള്ളത് മിററിൽ കൂടെ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിൽ അതിനകത്ത് ആ ഡ്രൈവറിന് മിററിൽ കൂടെ ആംബുലൻസ് ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തിരിച്ച് എഴുതിയേക്കുന്നത് ആംബുലൻസ്. അല്ലെങ്കിൽ നമ്മൾ നേരെ എഴുതി കഴിഞ്ഞ മിററിൽ നോക്കുമ്പോ തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ മിററിൽ കൂടെ നോക്കുമ്പോഴ എന്ത് ചെയ്യുക, നേരെ ആയിരിക്കും ആംബുലൻസ് എഴുതിയേക്കണത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു പാസീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡാണ്. അത് റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. എന്തുകൊണ്ടാ? ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈവറിന് ആ മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് റിവേഴ്സ് ഓർഡറിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ആംബുലൻസ് മേ ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദെയർ ഓണർ ഓർ ഓപ്പറേറ്റർ. പിന്നെ അതുകൂടാതെ ആംബുലൻസിൽ പേരുണ്ടാവും, ഓണറിന്റെയോ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെയോ പേരുണ്ടാവും. ഫ്രണ്ടിലെ ഏത് ഇതിനകത്ത് ഇപ്പൊ ചാരിറ്റി നൽകുന്നതാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, അങ്ങനെയൊക്കെ ഓരോ പേരുകളില്ലേ ആംബുലൻസിന് എന്തുണ്ടാവും? അത് ഓണറിന്റെയോ അല്ലെങ്കിൽ ഓരോ ഓപ്പറേറ്ററിന്റെയോ ഒക്കെ നെയിം അതിനകത്ത് ഉണ്ടാവും. ആൻഡ് എമർജൻസി ടെലിഫോൺ നമ്പർ, പിന്നെ അതുകൂടാതെ ടെലിഫോൺ നമ്പറും ഉണ്ടാവും, കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പറും അതിനകത്ത് ഉണ്ടാവും ഫോർ ദ ആംബുലൻസ് സർവീസ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ആംബുലൻസ് സർവീസിന് വേണ്ടിയാണ്. അപ്പൊ നമുക്കിപ്പോ അതേക്കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കത് എന്താ നമ്മൾ ആ നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എപ്പോഴെങ്കിലും ആ ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി, ഉടനെ തന്നെ ആംബുലൻസ് എത്തും. അപ്പൊ അതിനകത്ത് കോണ്ടാക്ട് നമ്പറും ഉണ്ടാവും, ഓണർ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ നമ്പറും ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഏതാണ്? പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞ? ബാറ്റേൺബർഗ് മാർക്കിംഗ് പറഞ്ഞത്. ബാറ്റേൺബർഗ് മാർക്കിംഗ് അതെന്ന് പറഞ്ഞാൽ ഓൾഡർ ആംബുലൻസിലാണെങ്കിൽ വെറുതെ പെയിന്റ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ മോഡേൺ ആംബുലൻസിൽ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ്. അപ്പൊ അതിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുകയാണ്. കാറിന്റെ ഹെഡ് ലൈറ്റിൽ നിന്നുള്ളതോ ടോർച്ചിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ് പതിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബാറ്റൺബർഗ് മാർക്കിങ്ങുകളാണ് ഇപ്പൊ മോഡേൺ ആംബുലൻസിലുള്ളത്. ഇനി രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് എന്താ? അതിനകത്ത് ആംബുലൻസ് എന്ന് പറഞ്ഞ വേർഡാണ്. അതെങ്ങനെ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. അത് നമ്മുടെ ഫ്രണ്ടില് ആംബുലൻസിന്റെ ഫ്രണ്ടിൽ പോകുന്ന ആ വെഹിക്കിളിലുള്ള ഡ്രൈവറിന് മിററിൽ കൂടെ ആംബുലൻസ് എന്ന് ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ആംബുലൻസിൽ എന്തൊക്കെ ഉണ്ടാവും? നെയിം ഓഫ് ദ ഓണർ ഓർ ഓപ്പറേറ്റർ നെയിം ഉണ്ടാവും, പിന്നെ ഒരു കോണ്ടാക്ട് നമ്പറും ഉണ്ടാവും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കണേ? ഫോർ ദ ആംബുലൻസ് സർവീസ്, ആംബുലൻസ് സർവീസിന് വേണ്ടിയാണ്. ക്ലിയർ ആയോ? നോക്കിയേ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആരും ഒരു റിപ്ലൈ തരാത്തെ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി ഇപ്പൊ നമ്മൾ പാസീവാണ്, അതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും അതിനകത്ത്. അങ്ങനെയുള്ളതാണ് പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും സമയത്തും ആ സിമ്പിളുകള് കാര്യങ്ങളൊക്കെ ആംബുലൻസിൽ ഓൾറെഡി ഉണ്ടാവും. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. ഓക്കെ, active visual warnings. Usually the visual signs for the task are in the shape of flashing light. ഇനി ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറഞ്ഞ എന്താ? അത് എമർജൻസി ആയിട്ടൊക്കെ പോകുമ്പോൾ ആക്റ്റീവ് ആണ്. സജീവമായ വിഷ്വലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ, എന്തെങ്കിലും അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താ നമ്മൾ പെട്ടെന്ന് പോകണമെങ്കിലൊക്കെ നമുക്ക് ആ ഒരു മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഇതാണ് ഏത്? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നോക്കി ഇവിടെ എങ്ങനെ പറഞ്ഞേക്കുന്നത്? യൂഷ്വലി ദ വിഷ്വൽ സൈൻസ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റ്. അപ്പൊ അത് ഒരു ഇത് കാണിച്ച ഫ്ലാഷിംഗ് മിന്നി തെളിയുന്ന ലൈറ്റുകളില്ലേ ആംബുലൻസിൽ? അതെന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് പോകുമ്പോൾ ആ ലൈറ്റ് ഇട്ടുകൊണ്ടല്ലേ ആംബുലൻസ് പോകുന്നത്, അല്ലെ? ലൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താ വഴി മാറിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എമർജൻസി ആയിട്ട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് സൈനുകൾ ഉപയോഗിക്കും. അത് നമുക്ക് പെട്ടെന്ന്
അവർക്ക് സ്പീഡിൽ വേഗം എത്തണം ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ മറ്റുള്ളവരൊക്കെ വഴി മാറിക്കൊടുക്കാൻ ആംബുലൻസിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. These flash in order to attract the attention of other road users. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അറ്റൻഷൻ ഓഫ് അതർ റോഡ് യൂസേഴ്സ്. അപ്പൊ റോഡ് യൂസ് ചെയ്യുന്ന ആളുകള്, റോഡുകളിലൂടെ പോകുന്ന ആളുകൾക്ക് ഒരു ശ്രദ്ധ, ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലാഷിംഗ് ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത്. ആസ് ദ ആംബുലൻസ് അപ്രോച്ചസ് ഓർ ടു പ്രൊവൈഡ് വാർണിംഗ് ടു motorists approaching a stopped ambulance in a dangerous position on the road. പിന്നെ ഏതെങ്കിലും ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയിലൊക്കെ, അപ്പൊ റോഡില് ഏതെങ്കിലും അപകടകരമായിട്ടുള്ള നിലയിലൊക്കെ നിർത്തിയിട്ട് ആംബുലൻസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അടുത്തേക്ക് എത്തുന്ന, അതിന്റെ സമീപത്ത് എത്തുന്ന സമീപത്തോട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മിന്നുന്നത്. അപ്പൊ അതിങ്ങനെ മിന്നുമ്പോ മിന്നിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ലൈറ്റ് വരുമ്പോ നമുക്കറിയാണല്ലോ അവിടെ ആംബുലൻസ് ഇതാണ് എന്നുള്ള ഇത്. അപ്പൊ അങ്ങനെ എന്താ, കൂടുതൽ അപകടം പറ്റാതിരിക്കാനാണ്. ഇപ്പൊ എമർജൻസി ആയിട്ട് പോയി ആംബുലൻസ് ഏതെങ്കിലും ഒരു അപകടകരമായ ഒരു അവസ്ഥയിൽ അവിടെ നിർത്തി ഇടുമ്പോൾ എന്ത് ചെയ്യും, ആ ലൈറ്റ് ഇങ്ങനെ ഓൺ ആയി കിടക്കും. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ സമീപത്ത് കൂടി പോകുന്ന ആളുകൾ, വാഹനം ഓടിക്കുന്നവർക്ക് ഒരു അതിലേക്കൊക്കെ വേഗം വന്ന് ഇടിച്ച് കയറാതെയൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്നത് നോക്കിയേ, കോമൺ കളേഴ്സ് ഓഫ് ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ആർ. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെയാണ് കോമൺ കളേഴ്സ്? ബ്ലൂ കളറ്, റെഡ്, അടുത്താണ് ആംബർ. ആംബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ബ്രൗണിഷ് യെല്ലോ കളറാണ്. ബ്രൗണിഷ് യെല്ലോ കളർ ആംബർ. ആൻഡ് വൈറ്റ്, ക്ലിയർ വൈറ്റ്. ഇത്രയും കളേഴ്സ് ആണ് ഈ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസിൽ ഉപയോഗിക്കുന്ന കോമൺ കളേഴ്സ്. ഏതൊക്കെയാ? ബ്ലൂ ഉണ്ട്, ബ്ലൂ ലൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ആംബർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വാർണിംഗ് ബീക്കൺസിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. However, the colors may differ by countries. രാജ്യങ്ങളിൽ അനുസരിച്ച് ആ കളേഴ്സിൽ വ്യത്യാസപ്പെടാം. നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? ഏത് കളറാ ഉപയോഗിക്കുന്നത് ബീക്കൺസില്? ലൈറ്റ് ഏതാ ഉപയോഗിക്കുന്നേ? ബ്ലൂ, റെഡ്. ബ്ലൂ ഉണ്ട്, റെഡും ഉണ്ട്. സാധാരണ കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് റെഡും ബ്ലൂ ഒക്കെയാണ്. ബ്ലൂ ഉണ്ടാവാം, റെഡ് ഉണ്ടാവാം. കോമൺ കളേഴ്സ് ഓഫ് ദ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് വൈറ്റ്. ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ്. ഇനി നോക്കിയേ, there are several technologies presently used to achieve the flashing effect. These include flashing a light bulb or LED ബൾബുകളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പല ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. There are several technology presently used to achieve the flashing effect. ആ ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പല ടെക്നോളജികളും ആംബുലൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പലതരം ഫ്ലാഷിംഗ് ലൈറ്റ് ബൾബ് ഓർ LED ബൾബുകള്, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലത്തിലുള്ള ലൈറ്റുകളില്ലേ, കറങ്ങി ഇരിക്കുന്നത് അത്. പിന്നെ ആൻഡ് സ്ട്രോബ് ലൈറ്റ്സുകള്, പിന്നെ വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്. ഇൻകാൻഡസെന്റ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന, തിളങ്ങുന്ന. അപ്പൊ സാധാരണയുള്ള ബൾബിനേക്കാളും കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള സ്ട്രോബ് ലൈറ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ടൈപ്പ് ലൈറ്റ് മാത്രമല്ല, ഇപ്പൊ അതിന്റെ പല ടെക്നോളജി അനുസരിച്ചിട്ട് തന്നെ പല തരത്തിലുള്ള ലൈറ്റുകളും ഫ്ലാഷിംഗ് ലൈറ്റുകളും ഉണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞ LED ബൾബുകൾ ഉണ്ട്, പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ ബൾബുകൾ ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ സ്ട്രോബ് ലൈറ്റുകൾ ഉണ്ട്. സ്ട്രോബ് ലൈറ്റ് ഇതൊക്കെ എന്താ? വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്. ഇൻകാൻഡസെന്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലിക്കുന്ന, ഇൻകാൻഡസെന്റ് ലൈറ്റ്, ജ്വലിക്കുന്ന ലൈറ്റ്. സാധാരണ തിളങ്ങുന്ന ലൈറ്റിനേക്കാളും കുറച്ചുകൂടി നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റുകൾ, സ്ട്രോബ് ലൈറ്റ്സുകളും ഒക്കെ ആംബുലൻസിലുണ്ട്. പല ലൈറ്റുകളുണ്ട്.
ഇനി നോക്കിയേ നെക്സ്റ്റ്. സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി, it is the best practice to have a 360 coverage with the active warning, enhancing the chance of the vehicle being seen from all sides. നോക്കി ഈ ബൾബ് എങ്ങനെയാ, ഒരു വശത്തേക്ക് മാത്രമാണ് ലൈറ്റ് കിട്ടുള്ളൂ, നേരെ ഫ്രണ്ടിലുള്ളവർക്ക് മാത്രമാണ് ആംബുലൻസിന്റെ ലൈറ്റ് കിട്ടുള്ളൂ. അതെങ്ങനെയാ, 360 ഡിഗ്രി 360 ഡിഗ്രി കവറേജിലുള്ള, അതായത് ഫുള്ള് എല്ലാ ആംഗിളിലേക്കും കിട്ടും. അതായത് ഫ്രണ്ടിൽ വരുന്ന ആംബുലൻസിന്റെ ഫ്രണ്ടിൽ വരുന്നവർക്ക് മാത്രമല്ല ലൈറ്റ് കിട്ടുന്നത്, എല്ലാ വശങ്ങളിലേക്കും എന്ത് ചെയ്യുന്ന ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകൾ ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻഹാൻസിങ് ദ ചാൻസ് ഓഫ് വെഹിക്കിൾ ബീയിങ് സീൻ ഫ്രം ഓൾ സൈഡ്സ്. എല്ലാ സൈഡിൽ നിന്നുള്ള, എല്ലാ വശങ്ങളിലും നിൽക്കുന്ന വാഹനങ്ങൾക്ക് കാണത്തക്ക വിധത്തില് 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകൾ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ല? അത് ഇങ്ങനെ കവറേജ് ഫുള്ള് എല്ലാ വശത്തിലേക്കും ഉണ്ടാവും. അതാണ് 360 ഡിഗ്രി കവറേജ് എന്ന് പറയുന്നത്. എല്ലാ ആംഗിൾസിലേക്കും ആ ലൈറ്റ് കിട്ടും. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് ബാക്കിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാ വശങ്ങളിലേക്കും 360 ഡിഗ്രിയിൽ ആ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകളും ആംബുലൻസിൽ ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏത് വശത്തിൽ നിന്ന് നിൽക്കുന്നവർക്കും ആ ലൈറ്റ് കാണണം. അതിനു വേണ്ടിയിട്ട്, സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ലൈറ്റിനേക്കാളും ഒക്കെ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റ് ആണ്. ഓക്കെ, സ്ട്രോബ് ലൈറ്റ്സ് വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻഡസെന്റ് ലൈറ്റ്. ജ്വലിക്കുന്ന സാധാരണ തിളങ്ങുന്ന ബൾബിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആണ്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു 360 ഡിഗ്രി കവറേജ്. അത് എന്തിനു വേണ്ടിയിട്ടാ? സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ ആംഗിളിലും നിൽക്കുന്നവർക്കും ലൈറ്റ് കാണാൻ പറ്റുമല്ലോ, അതിനു വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിൽ വരുന്നതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? അത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രം, ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞത് അല്ലെ. നമുക്ക് കാണുന്നതിന് വേണ്ടി മാത്രമുള്ളതാ പറഞ്ഞേക്കുന്നത്. അത് ആക്റ്റീവ് ആണ്. എമർജൻസി ആയിട്ട് പോകുമ്പോഴൊക്കെ ലൈറ്റ് തെളിച്ചുകൊണ്ടല്ല പോകുന്നത്. 360 ഡിഗ്രി കവറേജിലാണ്. 360 ഡിഗ്രി കവറേജ്, അതായത് എന്താ പറയാ, മൊത്തം എല്ലാ വശങ്ങളിലേക്കും ആ ലൈറ്റ് കിട്ടും. അത് ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കോ ബാക്കിൽ നിൽക്കുന്നവർക്കോ സൈഡിൽ നിൽക്കുന്നവർക്കോ മാത്രമല്ല, എല്ലാ വശങ്ങളിലും. ഇപ്പൊ അല്ലെങ്കിൽ നോക്കിയേ, ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് മാത്രം കണ്ടാൽ മതിയോ ലൈറ്റ്? അല്ല, എല്ലാ വശങ്ങളിലും, ആ ആംബുലൻസിന്റെ 4 വശങ്ങളിൽ നിൽക്കുന്നവർക്കും ലൈറ്റ് കിട്ടുന്ന രീതിയിൽ 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകളാണ് ആംബുലൻസിൽ ഉള്ളത്. ഇത്രേ ഉള്ളൂ. എല്ലാ വശത്തിലും ആ ലൈറ്റ് കിട്ടണം, എല്ലാ വശങ്ങളിലും നിൽക്കുന്നവർക്ക് കിട്ടണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? മുന്നൂറ്റി 360 കവറേജ് എന്ന് അവിടെ തന്നിട്ടുള്ളൂ കേട്ടോ നിങ്ങളുടെ ഇതിനകത്ത്. അത്രയും ആ ഡിഗ്രി ഏകദേശം എന്താ ഫുള്ള് എല്ലാ ഇതിലേക്കും കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് 360 കവറേജ് എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അടുത്തത് ഓഡിബിൾ വാർണിംഗ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ഈ ലൈറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, നമുക്ക് കാണുന്നത് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ. ഇനി അടുത്ത ഓഡിബിൾ, ഒച്ചയുണ്ട്, സൗണ്ടും കേൾക്കുന്നുണ്ട് അല്ലെ. ഓഡിബിൾ ആണ്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള. ഇപ്പൊ ആംബുലൻസ് നമ്മൾ ദൂരേന്ന് വരുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ. ലൈറ്റ് മാത്രം ഇട്ടിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് അടുത്ത് നിൽക്കണമൊക്കെ അറിയാൻ പറ്റും, ആ ലൈറ്റ് കാണാൻ പറ്റും. എന്നാൽ കുറെ ദൂരത്തിലാണെങ്കിലോ നമുക്ക് പറ്റുമോ? നമുക്ക് അത് ലൈറ്റ് കാണാൻ പറ്റില്ല. അപ്പൊ കുറച്ചും കൂടി ദൂരത്തിലൊക്കെ നിൽക്കുന്നവർക്ക് ആംബുലൻസ് വരുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഓഡിബിൾ വാർണിങ്സ്. അത് ഓഡിയോ ആണ്, നല്ല സൗണ്ട് കേൾക്കൂലേ ആംബുലൻസ് പോകുമ്പോ അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ സൗണ്ട് ഇട്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് സൗണ്ടോട് കൂടി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടികളൊക്കെ എല്ലാം അത് ഒതുക്കി ആംബുലൻസിന് പോകാനുള്ള ഒരു വഴി സജ്ജമാക്കണം. നിങ്ങൾ ട്രാഫിക് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടില്ലേ? വിനീത് ശ്രീനിവാസന്റെ ട്രാഫിക്, ആ മരിച്ച ആ ഹേർട്ട് കൊണ്ടുപോകുന്നത്
അല്ലെ? അതിനകത്ത് കണ്ടില്ലേ ആ ആംബുലൻസിന് പോകാനായിട്ട് എത്ര ഇതായിട്ടാന്ന് നോക്കി അറേഞ്ച് ചെയ്യുന്നത് അല്ലെ? അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, നമ്മളെല്ലാവരും ഒതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നേരെ വേഗം പോവാം. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ആ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എമർജൻസി ഇതിൽ കൊണ്ടുപോകാൻ വേണ്ടിയാ. സാധാരണ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തണമെന്നില്ല, അപ്പത്തേക്ക് ചിലപ്പോ ഓൺ ദ വേയിൽ മരിക്കാൻ ഒക്കെ വരാം. അത്ര എമർജൻസി ആയിട്ട് പോകുമ്പോൾ നമ്മൾ ആംബുലൻസ് തന്നെ വേണം. അതെന്ന് പറഞ്ഞ് വേറെ ഒന്നും നോക്കണ്ട, ആംബുലൻസ് എല്ലാ വണ്ടികളും ആംബുലൻസ് പോകുമ്പോഴത്തേക്ക് മാറ്റി കൊടുത്തേക്കണം അല്ലെ? അപ്പൊ അത് ഒത്തിരി ദൂരത്തിലുള്ളവർക്കും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിബിൾ വാർണിംഗ്സ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴോ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വഴിയൊക്കെ ക്ലിയർ ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ലൈറ്റുകൾ മാത്രമല്ല, അതിന്റെ കൂടെ ഓഡിബിൾ വാർണിംഗ്സും ഉണ്ട്. ബിസൈഡ്സ് വിഷ്വൽ വാർണിംഗ്, ആംബുലൻസ് ക്യാൻ ബി എക്യുപ്ഡ് വിത്ത് ഓഡിബിൾ വാർണിംഗ്. അതിന് ഈ വിഷ്വലിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്? ഓഡിബിൾ വാർണിംഗ്സും ഉണ്ട്. സംടൈംസ് നോൺ ആസ് സൈറൻസ് എന്ന് പറയുന്നത് ഇത് സൈറനുകളാണ്. സൈറൻ കേട്ടിട്ടില്ലേ നിങ്ങള്? ആംബുലൻസ് പോകുമ്പോ സൈറൻ ഇട്ട് പോണത് ഇത്ര എമർജൻസി ആയിട്ടൊക്കെ പോകുമ്പോഴോ? Sometimes known as sirens. Which can ഇതെന്തിനു വേണ്ടിയാ? Which can alert people and vehicles to present of an ambulance before they can be seen. നമ്മൾ പറഞ്ഞു തന്നെ, കണ്ടിട്ട് ആംബുലൻസ് ഇപ്പൊ ബാക്കിലുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ട് വഴി മാറി കൊടുക്കുന്നതിനേക്കായും നമ്മൾ ഒച്ച കുറച്ചും കൂടി ഇതല്ലേ, നമ്മൾ കാണുന്നതിനേക്കായും നേരെ കാണാൻ പറ്റാത്ത സ്ഥലത്തും സൗണ്ടിന് പോകാമല്ലോ. അപ്പോ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ആ വഴിയൊക്കെ ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓഡിബിൾ വാർണിംഗ്സും ഇതിന്റെ ഒപ്പം കൊടുത്തേക്കണേ. വിഷ്വൽ വാർണിംഗ്സിന്റെ ഒപ്പം തന്നെ ആംബുലൻസിൽ ഓഡിബിൾ വാർണിംഗ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാ? സൈറനുകളുടെ രീതിയിലാണ്. വിച്ച് ക്യാൻ, ഇത് ആളുകളെ അലേർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. vehicles to present of the ambulance before they can see. ആംബുലൻസ് കാണുന്നതിന് മുമ്പ് തന്നെ ആ സൗണ്ട് കേട്ടിട്ട് വാഹനങ്ങളൊക്കെ ഒതുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സൈറനുകൾ. ഓക്കെ, ദ ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് വെയർ മെക്കാനിക്കൽ ബെൽസ്. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞ മെക്കാനിക്കൽ ബെല്ലായിരുന്നു. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ തന്നെ mounted to either of front of the roof of the ambulance. ആംബുലൻസിന്റെ ഫ്രണ്ടില് റൂഫില് നമ്മളെങ്ങനെയാ മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു ആദ്യം. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പണ്ടത്തെ ആംബുലൻസിലൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും ആംബുലൻസിന്റെ ഫ്രണ്ടില് ടോപ്പിലായിട്ട് ഇങ്ങനെ മെക്കാനിക്കൽ ബെല്ലായിരുന്നു ബെല്ലുകള് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ്സ് വെയർ മെക്കാനിക്കൽ ബെൽസ് മൗണ്ടഡ് to either of front of the roof of the ambulance. പക്ഷെ ഇപ്പൊ എന്താ മെക്കാനിക്കൽ ബെൽസിന് പകരം ഇലക്ട്രോണിക് സൈറനുകളാണ് ഇപ്പൊ ആംബുലൻസിലൊക്കെ. അത് ആംബുലൻസിലെ ഡ്രൈവറിന് തന്നെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും, ആ റേഞ്ച് വ്യത്യാസം വരുത്താൻ പറ്റും. most modern ambulance are now equipped with the electronic sirens. ഇവിടെ എങ്ങനെയാ? ഇപ്പൊ മോഡേൺ ആംബുലൻസിൽ ഇലക്ട്രോണിക് സൈറൻസ് ആണ്. വിച്ച് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയിസ്. അത് പല വോയിസ് മോഡുലേഷൻ ഉണ്ടാവും. ആ റേഞ്ച് വ്യത്യാസം വരുത്താവുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് സൈറനുകളാണ് ഇപ്പൊ മോഡേൺ ആംബുലൻസിലുള്ളത്. വിച്ച് ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ യൂസ് ടു അട്രാക്ട് മോർ അറ്റൻഷൻ ടു ദംസെൽസ്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ അത് കൊടുത്തേക്കുന്നത്? അതിന്റെ വേരിയേഷൻ കുറച്ചും കൂടിയും കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി വെൻ അഡ്വാൻസിങ് ത്രൂ ആൻ ഇന്റർസെക്ഷൻ ഓർ ഇൻ എ ഹെവി ട്രാഫിക്. ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഹെവി ട്രാഫിക്കിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഇലക്ട്രോണിക് സൈറനുകൾ വെച്ചേക്കുന്നത്. അത് ആംബുലൻസ് ആ ഡ്രൈവറിന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മള് സാധാരണ ഇപ്പൊ പേഷ്യൻസിനെയൊക്കെ നമ്മള് കൊണ്ടുപോകൂലേ, അപ്പൊ ഒരു ഇതായിരിക്കും, സൈറൻ ആയിരിക്കും സാധാരണ വേണേൽ കൊണ്ടുപോകുമ്പോൾ. ഇനി നല്ല എമർജൻസി ആയിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിന് പോകാനായിട്ട് വഴി നൽകണം, അപകടാവസ്ഥയിലുള്ള രോഗിനെയും കൊണ്ടാണ് പോകുന്നത് എന്ന് കാണിക്കാനായിട്ട് ഒരു തരത്തിലുള്ള സൈറൻ ആയിരിക്കും. അതിന് ആ മോഡുലേഷൻ ഉണ്ടാവും, ഡിഫറെന്റ് നോയിസ് മോഡുലേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവർ ആ സൈറൻ ആക്കി അത് അറേഞ്ച് ചെയ്യും.
പിന്നെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ പോകുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എപ്പോഴും പോകുമ്പോൾ ഒരേ മോഡുലേഷൻ അല്ല ഇത് സൗണ്ട് ഇടുന്നത്. അതിന്റെ ആ ഒരു എമർജൻസി അനുസരിച്ചിട്ടാണ്. ഏറ്റവും അപകടാവസ്ഥയിലാക്കി പോകുമ്പോൾ വേറൊരു സൈറൻ ആയിരിക്കും. പിന്നെ അത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് ആയി പോകുമ്പോൾ ഒക്കെ ഒരു ഇത്, ഡെഡ് ബോഡീസ് കൊണ്ടുപോകുമ്പോൾ വേറെ ഇത്, അപ്പൊ അങ്ങനെ പല റേഞ്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അത് ആംബുലൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡ്രൈവറിന് തന്നെ അറേഞ്ച് ചെയ്യാം. ഇപ്പൊ അതുപോലെയുള്ള ഇലക്ട്രോണിക് സൈറനുകളാണ്. പിന്നെ അതുപോലെ തന്നെ എന്താന്ന് വെച്ചാൽ ഈ ഇതില്ലേ, നമ്മൾ ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോഴേ ആ ട്രാഫിക്കിന്റെ ഇതനുസരിച്ച്, ഇപ്പൊ ട്രാഫിക് ഭയങ്കര ട്രാഫിക് ആണെങ്കിൽ അതനുസരിച്ച് ആ മോഡുലേഷൻ വരും. അതൊക്കെ ഒരു സെൻസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഹെവി ട്രാഫിക് വരുമ്പോൾ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സൗണ്ട് മോഡുലേഷൻ വരും. ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ വേറെ സൗണ്ടാണ്, ശരിയാണ്. അപ്പൊ അതന്നെ പറഞ്ഞ ആ റേഞ്ച് വ്യത്യാസമുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ ഇത് മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇലക്ട്രോണിക് സൈറൻ ആകുമ്പോൾ അത് ആ സൗണ്ട് വേരിയേഷൻസ് വരാം. പിന്നെ അതുകൂടാതെ സെൻസറും ഉണ്ട്. അതാ പറഞ്ഞേക്കുന്നത്, ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്, വെൻ അഡ്വാൻസിങ് ത്രൂ ആൻ ഇന്റർസെക്ഷൻ ഓർ ഇൻ ഹെവി ട്രാഫിക്. വലിയ ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോഴേ ആ ഹെവി ട്രാഫിക് ഹെവി ആണെങ്കിൽ അതനുസരിച്ച് അത് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു മോഡുലേഷൻ വരും അതിന്റെ. ഇപ്പൊ ലോ ട്രാഫിക് ആണ്, ട്രാഫിക് ഇത് കുറവാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട്, അപ്പൊ സെൻസറാണ്, അപ്പൊ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിന്റെ അനുസരിച്ച് ഇങ്ങനെ ഇലക്ട്രോണിക് സൈറനുകളൊക്കെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ എന്തിനാ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഹെവി ട്രാഫിക് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് തന്നെ അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ച് തന്നെ സൗണ്ട് ആ നോയിസ് വ്യത്യാസപ്പെടാം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, എ ന്യൂ ഡെവലപ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് ദ RDS. RDS എന്താ? റേഡിയോ ഡാറ്റ സിസ്റ്റം ഓഫ് കാർ റേഡിയോസ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞേക്കുന്ന RDS സിസ്റ്റം ഉണ്ട്. ഇത് എന്ന് വെച്ചാൽ എന്താ? RDS സിസ്റ്റം യൂസ് ചെയ്യുന്ന ആംബുലൻസുകളുണ്ട്. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ അധികം ഇല്ല എന്ന് തോന്നുന്നേ. എന്തായാലും RDS സിസ്റ്റം, റേഡിയോ ഡാറ്റ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആംബുലൻസുകളും ഉണ്ട്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ട്? കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെ ഉള്ളതാണ്. ഓക്കെ, ഇത്രയും നോക്കിയാൽ മതി. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം യൂസ് ചെയ്യുന്ന എന്തുണ്ട്, ഈ ആംബുലൻസുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതാ പറഞ്ഞേക്കുന്നത്, FM ട്രാൻസ്മിറ്റർ. അടുത്തതില്, ദ ആംബുലൻസ് ഈസ് എക്വിപ്ഡ് വിത്ത് എ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ വിച്ച് ഫോർമിൻസ് ദ റേഡിയോ ഓഫ് ഓൾ കാർസ് വിത്തിൻ റേഞ്ച്. പിന്നെ അതുപോലെ തന്നെ ഒരു റേഞ്ചിനുള്ളിലുള്ള എല്ലാ മെസ്സേജും പാസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ഈ കാർ സ്റ്റീരിയോയുടെ, കാറുകളുടെയും റേഡിയോ ഒക്കെ ഒരു രൂപപ്പെടുന്ന ഒരു ട്രാൻസ്മിറ്റർ, FM ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും ചില ആംബുലൻസുകളൊക്കെ. ഒരു പ്രത്യേക റേഞ്ചിലുള്ള എല്ലാ മെസ്സേജുകളും പാസ് ചെയ്യുന്ന, ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള FM ട്രാൻസ്മിറ്ററുകളും ചില ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഏതാണ്? ഓഡിബിൾ വാർണിംഗ്സിൽ വരുന്നതാണ്. ആദ്യം നമ്മൾ പറഞ്ഞ ലൈറ്റിന്റെ കാര്യങ്ങളാണ്. ലൈറ്റ്, ഹാലജൻ ബൾബ്സുകള് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഫ്ലാഷ് ചെയ്യുന്നത്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിൽ നമ്മള് ലൈറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഇതിനകത്ത് വരുന്ന ഓഡിബിൾ, അതിന്റെ ഒപ്പം തന്നെ സൈറനുകളുണ്ട്. അത് ആ സൈറൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സൈറൻസ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ മോഡുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഡ്രൈവേഴ്സിന് തന്നെ അതെന്ത് ചെയ്യാം, ഇപ്പൊ നമ്മുടെ ഡെഡ് ബോഡി പോവുകയാണെങ്കിൽ അതിന്റെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല എമർജൻസി ആയിട്ട് പോവാണെങ്കിൽ ആ സൈറന്റെ നോയ്സ് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും ആളുകൾക്ക് ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ വിവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണിക് സൈറൻസ് ഉണ്ട്. അതുകൂടാതെ ചില ആംബുലൻസുകളൊക്കെ RDS സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, റേഡിയോ ഡാറ്റ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്, RDS സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. ഇതും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ചില ആംബുലൻസിൽ FM ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതെന്താ? ഒരു പ്രത്യേക റേഞ്ചിന്റെ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള FM ട്രാൻസ്മിറ്ററുകൾ ഉണ്ടായിരിക്കും. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്ന കോസ്റ്റ് ആണ്. ഇത് കൂടി നോക്കാട്ടോ നമുക്ക്. കോസ്റ്റ് നമുക്ക് ഇനി നോക്കാം. കോസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ ആംബുലൻസ് പല രീതിയിലുണ്ട്. കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് പല രീതിയിലുണ്ട്. RDS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അത് ഉപയോഗിക്കുന്നില്ല. റേഡിയോ ഡാറ്റ സിസ്റ്റം, അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഇതാണ് RDS. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എ ന്യൂ ഡെവലപ്മെന്റ് ഈസ് ദ യൂസ് ഓഫ് RDS. RDSന്റെ ഉപയോഗം അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചില ആംബുലൻസുകൾ RDS സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ RDS സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആംബുലൻസ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ആംബുലൻസും ഉണ്ട്. ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് FM ട്രാൻസ്മിറ്ററും. അത് ഒരു പ്രത്യേക റേഞ്ചിന്റെ ഉള്ളിലുള്ള മെസ്സേജുകളൊക്കെ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് FM ട്രാൻസ്മിറ്ററുകൾ. ഓക്കെ, അത് ട്രാൻസ്മിറ്റർ ഈ എന്താ പറയാ മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി തന്നെയുള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അറിയാനൊക്കെ ആയിട്ടാണ്. കാർ സ്റ്റീരിയോസിൽ ഒക്കെ ഇത് പുറത്ത് വെച്ചേക്കുന്ന പോലെ ചെറിയൊരു FM ട്രാൻസ്മിറ്ററും ആംബുലൻസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ്, ദ ആംബുലൻസ് റൈഡ് കോസ്റ്റ് ക്യാൻ ബി പെയ്ഡ് ഫ്രം സെവറൽ സോഴ്സസ്. പല സോഴ്സിൽ നിന്നും ആംബുലൻസിന്റെ കോസ്റ്റ് നമുക്ക് പേ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് വിൽ റിലേറ്റ് എ ലോക്കൽ സിറ്റുവേഷൻ. നമ്മുടെ ലോക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആംബുലൻസ് നമുക്ക് തരുന്ന സർവീസ്, കൈൻഡ് ഓഫ് സർവീസസ് ബി പ്രൊവൈഡഡ് ബൈ ഹൂം ആൻഡ് ടു ഹൂം. ആർക്കൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത്, അതിന്റെ ലോക്കൽ സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച് ആംബുലൻസിന് പേ ചെയ്യുന്ന ഇത് പേയ്മെന്റ് വ്യത്യാസപ്പെട്ടിരിക്കും കോസ്റ്റ് അനുസരിച്ച്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസുകൾ പല രീതിയിലുണ്ട്. അത് ചിലപ്പോ പേ ചെയ്യുന്നത്, നമ്മൾ പൈസ പേ ചെയ്യുന്നത് ചിലപ്പോ കിലോമീറ്റർ അനുസരിച്ചായിരിക്കും. ഇത്ര കിലോമീറ്റർ ഇങ്ങനെ പോകുന്നതിന്, ബോഡി ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത്രയും നമ്മള് ആംബുലൻസ് വിളിക്കുകയാണെങ്കിൽ ഇത്ര കിലോമീറ്റർ പോകുന്നതിന് ഇത്ര കാശ്, അങ്ങനെയായിരിക്കും. ചിലപ്പോ കിലോമീറ്റർ ബേസിലായിരിക്കും കോസ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മള് ഒരാളുടെ ബോഡി ഇപ്പൊ മരിച്ച് വീട്ടിലേക്ക് എത്തിക്കണം, നമുക്കപ്പൊ വീട് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്, അപ്പൊ കിലോമീറ്റർ അനുസരിച്ച് ഇത്ര രൂപ നമുക്ക് പേ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഒന്നില്ലെങ്കിൽ അതിനെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന പറഞ്ഞേക്കുന്നത്. ആംബുലൻസ് റൈഡ് കോസ്റ്റ്, ആംബുലൻസ് നമ്മൾ ഇത് വയ്ക്കുന്ന ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നേ, അതിന്റെ റിലേ ഓൺ ദ ലോക്കൽ സിറ്റുവേഷൻസും നമുക്ക് തരുന്ന സർവീസും ഒക്കെ അനുസരിച്ച് ആ കോസ്റ്റ് വ്യത്യാസപ്പെടാം. അതിനകത്ത് നമുക്ക് കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, ഫസ്റ്റ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. രണ്ടാമത്തെ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. മൂന്നാമത്തെ ചാരിറ്റി ഫണ്ടഡ് സർവീസ്. പിന്നെ അടുത്താണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഓക്കെ, അപ്പൊ കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസ് പല രീതിയിലുണ്ട്. കോസ്റ്റിന് അനുസരിച്ച് ആംബുലൻസ് സർവീസ് പല രീതിയിലുണ്ട്. ഫസ്റ്റ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, രണ്ടാമത്തെയാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, പിന്നെ ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. നമുക്ക് ഓരോന്നും നോക്കാം. ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് വെച്ചാൽ എന്താ, ദ ഫുൾ ഓർ ദ മെജോറിറ്റി പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് ഈസ് ബോൺ ബൈ ദ ലോക്കൽ, റീജിയണൽ ഓർ നാഷണൽ ഗവൺമെന്റ് ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ. ഓർഡിനറി ടാക്സേഷൻ ഉൾപ്പെടെ, അതായത് ഇപ്പൊ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ, പഞ്ചായത്ത്, ഇവിടെയൊക്കെ ഇതിന്റെ കീഴിൽ വരുന്ന ഗവൺമെന്റ് ഫണ്ടില് വരുന്ന ആംബുലൻസുകളാണ്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ഇതിന്റെയൊക്കെ കീഴിൽ ആംബുലൻസ് ഉണ്ടാവും. അതിനകത്ത് വരുന്നതാണ്. അപ്പൊ അവരുടെ കീഴിൽ വരുന്ന ഒരു ആംബുലൻസ് സർവീസ് ആണ്. അപ്പൊ അതിപ്പോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പഞ്ചായത്തിലാണെങ്കിൽ നമ്മൾ മെമ്പറിനെ അറിയിക്കണം, അല്ലെ, മരിച്ചു എന്നുള്ള കാര്യം. ഇത് മെമ്പറിനെ നമ്മൾ വിളിച്ചു പറയണം. അപ്പൊ അതുപോലെ തന്നെ ഏതിലാണ് ഇപ്പൊ കൗൺസിലർ, നമ്മള് ഇതിലാണെങ്കിൽ നമ്മൾ കൗൺസിലറിനെ അല്ലെങ്കിൽ എന്താ കോർപ്പറേഷൻ ആണെങ്കിൽ കൗൺസിലറിനെ വിളിച്ചു പറയണം. ഈ മുനിസിപ്പാലിറ്റിയില് ഒക്കെ ആണെങ്കിലും നമ്മൾ അതിന് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ വിളിച്ചു പറയണം.
അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ കീഴില് ലോക്കൽ റീജിയൻ ഓർ നാഷണൽ ഗവൺമെന്റ്, അപ്പൊ അതിന്റെ കീഴിൽ എന്തുണ്ടാവും, അവർക്കുടെ കീഴിൽ ഒരു ആംബുലൻസ് ഉണ്ടാവും. അപ്പൊ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്തിന്റെ കീഴിൽ ആംബുലൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ മെമ്പറെ വിളിച്ചു പറയുമ്പോൾ ആ മെമ്പർ അതിന്റെ കീഴിലുള്ള ആംബുലൻസ് വിടും അല്ലെ. അപ്പൊ എന്താ വെച്ചാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കുറച്ച് എമൗണ്ട് കുറവായിരിക്കും. സാധാരണ പ്രൈവറ്റില് നമ്മൾ ആംബുലൻസ് വിളിക്കുന്നതിന്, പ്രൈവറ്റ് ആംബുലൻസ് നമുക്ക് സർവീസ് തരുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പേയ്മെന്റ്, ചെറിയൊരു എമൗണ്ട് നമുക്ക് പേ ചെയ്താൽ മതിയാവും. അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ നമുക്കവിടെ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, ഇപ്പൊ നമ്മൾ പഞ്ചായത്തിന്റെ കീഴിലുള്ളവരാണെങ്കിൽ അവിടെ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ മെമ്പറിനെ വിളിച്ചു പറയും. അപ്പൊ മെമ്പറാണ് ആ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വെച്ചാൽ മറ്റുള്ള പ്രൈവറ്റ് നമ്മൾ വിളിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എമൗണ്ട് കുറച്ച് പേ ആയിരിക്കും. ഓക്കെ. ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ ഉൾപ്പെടെ അതിനകത്ത് നമുക്ക് നമ്മൾ അടയ്ക്കാണ്ട് അതിന്റെ കോസ്റ്റ് കുറച്ച് കുറവായിരിക്കും. അതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? The full or the majority part of the cost of the transport by the ambulance is borne by the local, regional or national government. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇതിന്റെയൊക്കെ കീഴിൽ വരുന്ന ആംബുലൻസ് സർവീസ് ആണ്. അപ്പൊ അവര് അത് നമുക്ക് തരുമ്പോൾ, അവര് സർവീസ് തരുമ്പോൾ ഒരു മറ്റുള്ള ഇതിനകത്ത് പ്രൈവറ്റില് ഒരു ആംബുലൻസ് വിളിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എമൗണ്ട് കുറച്ച് മതിയാവും. കുറച്ച് ഇതായിരിക്കും എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ആണ്. പ്രൈവറ്റ്ലി ഫണ്ടഡ് അപ്പൊ എങ്ങനെയാ? ദ കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ് ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. അപ്പൊ നോക്കി, ഇതെന്ന് പറഞ്ഞ ഒരു പേയ്മെന്റ് ഉണ്ടാക്കും. അത് ചിലപ്പോൾ പ്രൈവറ്റ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന പേയ്മെന്റ് ഷുഡ് ബി ദ കോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ്. നമ്മൾ തന്നെ അതിന്റെ കോസ്റ്റ് ഇതാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ അതിന് കൊടുക്കുന്ന പേയ്മെന്റ് ഉണ്ടാകും, അത് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇനി ഇൻഷുറൻസ് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഫണ്ട് അവരത് അഫോർഡ് ചെയ്തോളും. ആ ഫണ്ട് അവര് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിന് കൊടുക്കുന്ന ആംബുലൻസിന് കൊടുക്കുന്ന ഫണ്ട് ആ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ അഫോർഡ് ചെയ്തോളും. അതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് മൂന്നാമത്തെ ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ചാരിറ്റി ഫണ്ടഡ് സർവീസ് ഇതെങ്ങനെയാ? ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് by a charity, although contribution may be sought for the service received. ഇവിടെ എങ്ങനെയാ? ചാരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആയിരിക്കും. ഇതിന് കോസ്റ്റ് ഇല്ല, ഇതിന് നമ്മൾ എന്താ പറയാ, കോസ്റ്റ് കൊടുക്കണ്ട. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. ഒരു ചാരിറ്റി നൽകുന്നതാണ്, ഒരു സേവനം പോലെ ആ ചാരിറ്റി നൽകുന്നതാണ്. അപ്പൊ അതിന് ഫ്രീ ആണ്, ചാർജ് ഇല്ല, ഫ്രീ ഓഫ് ചാർജ്. പക്ഷെ എന്താന്ന് വെച്ചാൽ അത് ചില കോൺട്രിബ്യൂഷൻസ് വേണമെങ്കിൽ അവര് സ്വീകരിക്കും. ആ ചാരിറ്റി നമ്മളിപ്പോ ആളെ കൊണ്ടുവരുന്നതിനൊക്കെ ഏറെ പ്രത്യേകം കോസ്റ്റ് പൈസ ഒന്നും പേയ്മെന്റ് ഒന്നും നമ്മൾ കൊടുക്കണ്ട. പക്ഷെ എന്താന്ന് വെച്ചാൽ അവരെന്തെങ്കിലും നമ്മൾ ഇനി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കണ്ടെങ്കിൽ ആ ചാരിറ്റി അത് സ്വീകരിച്ചോളും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ മരിച്ച വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള അവര് വല്ല സ്ട്രക്ചറോ അല്ലെങ്കിൽ സ്ട്രക്ചറോ അല്ല വീൽ ചെയറോ അല്ലെങ്കിൽ ബെഡോ വാട്ടർ ബെഡോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യമില്ല. അപ്പൊ നമുക്ക് അവര് ഈ ചാരിറ്റി നമുക്ക് ആംബുലൻസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ചാരിറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷൻ പോലെ നമുക്ക് വേണമെങ്കിൽ അത് അവർക്ക് കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് എന്തെങ്കിലും സംഭാവനകൾ, ഇപ്പൊ നമ്മൾ വാട്ടർ ബെഡ് ആ പേഷ്യന്റ് ഉപയോഗിച്ചതാണ്, ഇനിയിപ്പോ അത് ആവശ്യമില്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചാരിറ്റിക്ക് കൊടുക്കാം. അപ്പൊ ചാരിറ്റി അതിന്റെ കീഴിൽ വരുന്ന ആളുകൾക്ക് ഈ എന്താ പറയാ വൃദ്ധസദനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ കിടക്കുന്ന ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചോളൂ. അപ്പൊ ചാരിറ്റിക്ക് എന്താ പറയാ, നമുക്ക് സർവീസ് ഫ്രീ ആയിട്ട് തന്നാലും നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് വേറൊരു പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ചാരിറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതിന് ട്രാൻസ്പോർട്ട് ചാർജ് ഫ്രീ ആയിരിക്കും.
transport by ambulance may be given free of charge to patients by a charity. Although contribution may be sought for services received. അപ്പൊ നമുക്ക് അവര് സർവീസ് ഫ്രീ ആയിട്ട് സർവീസ് തരികയാണല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ആ പേഷ്യന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ, ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് നൽകാം. ഇനി ലാസ്റ്റത്തെ വരുന്നതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഈ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്താ? ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് എ പേഷ്യന്റ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസസ് വിച്ച് ദേ മേ ഹാവ് ടു പേ ഫോർ. നോക്കിയേ, ഇത് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലില് കീഴിലുള്ള ആംബുലൻസ് ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ഒരു മാസം ആ പേഷ്യന്റ് അവിടെ കിടന്നു, ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പൊ ഹോസ്പിറ്റലിലെ സർവീസ് അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിലെ സർവീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാസം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന് വിചാരിക്കുക. എന്നിട്ട് അപ്പൊ ആ പേഷ്യന്റ് അവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു. അപ്പൊ അതിന്റെ അയാൾക്കുടെ ബോഡി വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്യും. അപ്പൊ ഹോസ്പിറ്റൽ തന്നെ ഫ്രീ ആയിട്ട് ആളെ വീട്ടിലേക്ക്, ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരും. അതെന്താ, പിന്നെ ഇതൊരു എന്താ പറയാ, നമുക്കൊരു ബെനിഫിറ്റ് പോലെ എന്ന് പറയാം. അപ്പൊ അത്രയും നാൾ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ കുറെ കാശ് ഹോസ്പിറ്റലിന് ഓൾറെഡി കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു സർവീസ് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ആ ഹോസ്പിറ്റലുകാർക്ക് ഫ്രീ ആയിട്ട് ആ ബോഡി വീട്ടിൽ എത്തിച്ചു കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ആ പേഷ്യൻസ് അത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഹോസ്പിറ്റലിലെ സർവീസ് എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരുപാട് ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിന് ആ പേഷ്യന്റിൽ നിന്ന് തന്നെ കുറച്ച് എമൗണ്ട് ഹോസ്പിറ്റലിന് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് പോലെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ആ ഹോസ്പിറ്റലുകാർ തന്നെ ബോഡി വീട്ടിലേക്ക് എത്തിക്കാം. അങ്ങനെ 4 ഇതാ പറയുന്നത്. എന്തിന് ബേസ് ചെയ്തിട്ടാ? കോസ്റ്റിന് ബേസ് ചെയ്തിട്ട് കേട്ടോ. കോസ്റ്റിനെ ആംബുലൻസ് റൈഡ് കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, അതൊരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷന്റെയോ ഒക്കെ കീഴിൽ വരുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ കിടന്ന് മരിക്കുന്നവർക്ക് ഈ പഞ്ചായത്താണെങ്കിലും പഞ്ചായത്തൊക്കെ കൊടുക്കുന്നതാണ്. പഞ്ചായത്തിന് കീഴിൽ വരുന്ന ആംബുലൻസ് അവർക്ക് ഇതിന് കൊടുക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതിയാവും. പ്രൈവറ്റ്ലി ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടി നടത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ആംബുലൻസ് ചാർജ് നമ്മൾ തന്നെ അത് പേ ചെയ്യണം. അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിനേക്കാളും കൂടുതലായിരിക്കും പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ചാർജ് കൂടുതലായിരിക്കും. ഇനി ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പൈസ ഇൻഷുറൻസുകാർ തന്നെ അഫോർഡ് ചെയ്തോളൂ. പിന്നെ ചാരിറ്റി ഫണ്ടഡ് എന്ന് പറഞ്ഞ് ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവർ ഫ്രീ ആയിട്ട് സർവീസ് നമുക്ക് തരും. അപ്പൊ അതിന്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആ പേഷ്യൻസ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വീൽ ചെയറോ വാട്ടർ ബെഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റി നമുക്കൊരു സർവീസ് ആണല്ലോ, അതിന്റെ ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ചാരിറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. അപ്പൊ ചാരിറ്റി ആംബുലൻസ് ഇത് തന്നാലും അവർക്കൊരു കാര്യം കിട്ടിയല്ലോ. അവിടെ അവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അത് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അങ്ങനെ അല്ലാതെ ആംബുലൻസ് വരുന്നതിന് പ്രത്യേകം ചാർജ് ഒന്നുമില്ല, ഫ്രീ ആയിരിക്കും. പിന്നെ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്ന ആംബുലൻസ് ആണ്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റിൽ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി ഈ ഹോസ്പിറ്റലുകാർ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്രീ ആക്കി ബോഡി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതിന് ഇത്രയും നാൾ അയാൾ ഹോസ്പിറ്റൽ സർവീസ് ഉപയോഗിച്ചതല്ലേ, അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന നിലയിൽ ഫ്രീ ആയിട്ട് ആംബുലൻസ് അവര് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, എല്ലാരും ക്ലിയർ ആയോ നോക്കിയേ? ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആണ്. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു ദ പേഷ്യൻസ് ബൈ ചാരിറ്റി. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി കൊടുക്കുന്ന ഒരു ആംബുലൻസ് ആണ്. ഒരാള് വീട്ടില് മരിച്ച്
അപ്പൊ അത് ചാരിറ്റി ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് അയാൾക്ക് കൊടുക്കും. അതിന് പ്രത്യേകം ഫീസ് ഒന്നും വേണ്ട. ഇപ്പൊ ആംബുലൻസ് വരുന്നതിനോ അയാളെ ഇപ്പൊ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോകണേനോ ചാരിറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പ്രത്യേകം നമ്മളൊക്കെ പൈസ ആയിട്ട് കൊടുക്കണ്ട, അതിന് ചാർജ് ഇല്ല. ഫീസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, ഗിവൺ ഫ്രീ ഓഫ് ചാർജ്, ചാർജ് ഫ്രീ ആണ്. പക്ഷെ അപ്പൊ നമുക്കൊരു സേവനം തന്നതല്ലേ, ചാരിറ്റി ഫ്രീ ആയിട്ട് ആംബുലൻസ് കൊണ്ടുവന്ന് നമുക്കൊരു സേവനം തന്നതാണ്. അപ്പൊ അതിനൊരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ രോഗി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും വീൽ ചെയർ, വാട്ടർ ബെഡ്, അങ്ങനെ എന്തെങ്കിലും വേറൊരു പേഷ്യന്റിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം, ചാരിറ്റിക്ക് കൊടുക്കാം. ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ആ ചാരിറ്റിക്ക് കൊടുക്കാം. അല്ലാതെ നമ്മൾ ആ ആംബുലൻസ് വന്നതിനൊന്നും പൈസയായിട്ടൊന്നും കൊടുക്കൊന്നും വേണ്ട. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നോക്കി? ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. ഗവൺമെന്റ് ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് ആംബുലൻസ് സർവീസ്. ഒരു മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ കോർപ്പറേഷന്റെ ഒക്കെ കീഴിൽ വരുന്നതാണ് ആംബുലൻസ്. അപ്പൊ ആ ഏരിയയില് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ കിടന്നിരിക്കുന്നവരാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ കൗൺസിലറെ നമ്മള് വിവരം അറിയിക്കണം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അവർക്കടെ ഇതിലേക്ക് വിളിച്ചു പറയും, ഇങ്ങനെ ആള് മരിച്ചു, ആംബുലൻസ് വേണം, ആംബുലൻസ് സർവീസ് വേണമെന്ന് വിളിച്ചു പറയും. അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇതിനകത്ത് കീഴിൽ വരുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ആംബുലൻസ് വരും. നമുക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കുന്നതിനേക്കാൾ ചെറിയൊരു എമൗണ്ട് മതിയാവും അതിന് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗവൺമെന്റിന്റെ ഒക്കെ ഫണ്ടില് വരുന്നതാണ് ആംബുലൻസ്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ആരോ എക്യുപ്മെന്റ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് ക്ലാസ്സിൽ കയറിയില്ല എന്നുള്ള കാരണമാണ്. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് കേൾക്കാം. അല്ലാതെ ഇപ്പൊ ഓൾറെഡി ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഓരോന്ന് എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പറയുക, മെസ്സേജ് ആയിട്ട് ചോദിക്കുക. അപ്പൊ നമ്മൾ അത് ഒന്നുകൂടി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യും. പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര പ്രാവശ്യം പറയണേലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവണം. പിന്നെന്ന് പറഞ്ഞാൽ എസ് എ പോലെ ഫുൾ ആയിട്ട് പഠിക്കണ്ട. ഇതിൽ നിന്ന് നമുക്കറിയാലോ, വൺ വേർഡ്സുകളായിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നമ്മൾ എഴുതുന്നുണ്ട്. അത് കൂടാതെ ബാക്കിയുള്ളത് നിങ്ങൾ പ്രിന്റഡ് നോട്ടൊക്കെ വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് പറയണം, ഒന്ന് എഴുതാനായിട്ട് റെഡി ആവണം. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഓരോ വേർഡിന്റെ മീനിങ് അങ്ങനെയൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനകത്ത് വരുന്ന വൺ വേർഡ്സുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. നമ്മൾ എസ് എ ആയിട്ട് എഴുതി വെക്കാനോ അങ്ങനെയുള്ളതൊന്നും വേണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതൊക്കെ പറയാം. പ്രൈവറ്റ്ലി ഫണ്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ കീഴിൽ വരുന്ന ആംബുലൻസ് ആണ്. അപ്പൊ നമുക്കിപ്പോ ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ പ്രൈവറ്റ് ആംബുലൻസുകൾ ഉണ്ടല്ലോ, പ്രൈവറ്റ്ലി ഫണ്ടഡ് ആണ്. അപ്പൊ അത് അവര് വരുന്ന സർവീസ് തരും. അവര് ചോദിക്കുന്ന പൈസ എത്രയാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണം. അതിലെന്ന് പറഞ്ഞ ഗവൺമെന്റ് സർവീസ് തരുന്നതിനേക്കായൊക്കെ പൈസ കൂടുതലായിരിക്കും. ഇനി നമുക്ക് വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ചാർജ് ഇൻഷുറൻസ് പാർട്ടി അവരത് അഫോർഡ് ചെയ്തോളും. അത്രേ ഉള്ളൂ. ഓക്കെ, ഓരോന്നിന്റെയും ഇതിനകത്ത് വരുന്ന റിട്രോ റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞ എന്താ, നമ്മൾ ഒരു ഇതിലേക്ക് ലൈറ്റ് പതിക്കുമ്പോൾ അത് എന്ത് ചെയ്യാം, റിഫ്ലക്ട് ചെയ്യുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ റോഡിലൂടെ മാർക്കിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ, റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ റെഡ് കളറിലൊക്കെ ഇങ്ങനെ എന്താ സീബ്ര മാർക്ക് പോലെ ഇങ്ങനെ റോഡില്. എന്നിട്ട് അപ്പൊ നമ്മൾ രാത്രി നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ ലൈറ്റ്, നമ്മുടെ ഹെഡ് ലൈറ്റ്, ഇപ്പൊ കാറിലാണെങ്കിൽ ഹെഡ് ലൈറ്റ് അതിലേക്ക് റോഡിലേക്ക് ആ പ്രകാശം അതിൽ വന്ന് പതിക്കുമ്പോഴത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്, അങ്ങനെ കണ്ടിട്ടില്ലേ? അതാണ് റിഫ്ലക്റ്റീവ് ലൈറ്റ്, റെട്രോ റിഫ്ലക്റ്റീവ് ലൈറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ റിട്രോ റിഫ്ലക്റ്റീവ് ലൈറ്റ്. അതായത് ലൈറ്റ് അതിനകത്ത് പതിക്കുമ്പോ എന്ത് ചെയ്യും, അതൊന്നുകൂടി റിഫ്ലക്ട് ചെയ്യും, പ്രകാശിക്കും. ഇപ്പൊ നമ്മൾ ഈ റോഡൊക്കെ പണിയുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ
ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഓവർ കോട്ട് ഒരു ഡ്രസ്സ് ഇടില്ലേ, എന്നിട്ട് അതിപ്പോ തിളങ്ങുന്ന രീതിയിലുള്ള ഫ്ലൂറസെന്റ് പോലെ. അപ്പൊ രാത്രിയൊക്കെ വണ്ടികളൊക്കെ രാത്രിയൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ അവരെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ അവർക്കുടെ ആ ഡ്രസ്സിലും ഉണ്ടായിരിക്കും ഇത്. അപ്പൊ നമ്മുടെ ലൈറ്റ്, നമ്മള് രാത്രി വണ്ടികൾ പോകുമ്പോ ലൈറ്റ് വരുമ്പോൾ അവർക്കുടെ ആ ഡ്രസ്സ് ഇങ്ങനെ തിളങ്ങി നിൽക്കണതൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങളൊന്നും പുറത്തിറങ്ങാറില്ലേ പിള്ളേരെ? രാത്രി ഒന്നും പോകാറില്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇപ്പൊ സാധാരണ എന്താ പറഞ്ഞേക്കുന്നത്, ആംബുലൻസിൽ പണ്ടൊക്കെ ആണെങ്കിൽ വെറുതെ പെയിന്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ബാറ്റൺ മാർക്ക് ഇങ്ങനെ ചെക്ക് ഇതുപോലെയുള്ളത് വെറുതെ പെയിന്റ് അടിച്ചു വെച്ചേക്കായിരിക്കും. അത് വാഹനം ഉണ്ടാക്കുമ്പോ തന്നെ നമ്മളത് സാധാരണ പെയിന്റ് അടിക്കൂലേ? അപ്പൊ ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിമ്പലുകൾ പെയിന്റ് അടിച്ചു വെച്ചേക്കായിരിക്കും. എന്നാൽ ഇപ്പൊ മോഡേൺ ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ എങ്ങനെയാ അറേഞ്ച് ചെയ്തേക്കുന്നത്, ഇത് ആംബുലൻസിൽ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ്. ഇത്രേ ഉള്ളൂ. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ സാധനം നമ്മൾ ഇത് മാർക്കുകൾ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ കുറച്ചും കൂടി ഇതാണ്, കുറച്ചും കൂടി ക്ലിയർ അല്ലേ? രാത്രിയിലൊക്കെ ഓക്കെ ജൂബി ഇതേ മെസ്സേജ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് മാന്ന്. ഞാൻ ഓർത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങാത്ത പിള്ളേരാണ്. ഇനി ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ, ആംബുലൻസ് കാണുമ്പോൾ ഇങ്ങനെയുള്ള സിമ്പലുകൾ ഉണ്ടോ, അതുപോലെ തന്നെ പോകുമ്പോൾ ഓഡിബിൾ വാണിങ്ങില് വല്ല വ്യത്യാസം ഉണ്ടോ? ഇപ്പൊ അത് ആരോ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഓരോ സൗണ്ട് സൈറൻ ഇട്ടോണ്ടല്ലോ പോകുന്നത്. നല്ല എമർജൻസിയിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അതേ രീതിയിലുള്ള സൈറൻ ആയിരിക്കും. അത് സൗണ്ട് ഇലക്ട്രോണിക് സൈറൻസ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ആ ഡ്രൈവറിന് തന്നെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഡ്രൈവർ തന്നെ അത് ശരിയാക്കും. അപ്പൊ നമ്മൾ പതുക്കെ പോയാൽ മതിയെങ്കിൽ, വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ അതേ രീതിയിലുള്ള സൈറൻ മതി. ഇനി ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ അങ്ങനെ, ബോഡി കൊണ്ട് പോകുമ്പോൾ അവിടെ വേറൊരു സൈറൻ ആയിരിക്കും. അപ്പൊ ഇപ്പത്തെ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, അതിനൊക്കെ എന്താ ആ സൈറൻ കാര്യങ്ങളൊക്കെ ഇത് വ്യത്യാസം വരാൻ വരും. ഇലക്ട്രോണിക് സൈറനുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ആ ഡ്രൈവറിന് തന്നെ ഇതാക്കാം. ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. ഇതൊക്കെ ഓരോ ഇതും എന്താ പറയാ ഇപ്പത്തെ ആ ഇതനുസരിച്ച്. പിന്നെ വേറെ എന്താ അതിനകത്ത് വരുന്നേ? വേറെ ഒന്നുമില്ലല്ലോ. ബാറ്റൺബർഗ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആംബുലൻസിൽ ഇങ്ങനെയുള്ള സംഭവം? ഇവിടെ പടമുണ്ടല്ലോ, ഈ സാധനം കണ്ടിട്ടുണ്ട് ആംബുലൻസിൽ ഇങ്ങനെ ചെക്ക് പോലെ. ഇത് നമ്മുടെ കോമൺ ആയ കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ റെഡും വൈറ്റും അങ്ങനെയുള്ള ചെക്കായിരിക്കും. ആംബുലൻസിന്റെ സൈഡിലൊന്നും കണ്ടിട്ടില്ല ഇത്. പിന്നെ ഇതുപോലെ തന്നെ യെല്ലോയും ഉണ്ടാവും ഗ്രീനും ഉണ്ടാവും, ഇതുപോലത്തെയുള്ള ചെക്കും ഉണ്ടാവും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇതിനെയാണ് ശരിക്കും ബാറ്റൺബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ബാറ്റൺബർഗ് മാർക്കിംഗ് അതേ നമ്മള് ഇത് ഉണ്ടാക്കുമ്പോ തന്നെ നമ്മള് ഈ വെഹിക്കിള് പെയിന്റ് അടിക്കുമ്പോ തന്നെ ഓൾറെഡി പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാ പറഞ്ഞേക്കുന്നത് നേരത്തെ ഓൾഡർ ആംബുലൻസിലൊക്കെ ആണെങ്കിൽ. എന്നാൽ ഇപ്പൊ അത് എങ്ങനെയാണ്, ഈ ലൈറ്റിന് റിഫ്ലക്ട് ചെയ്തുള്ള രീതിയിലുള്ള റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ്. അത് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യും. ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയല്ലോ അതനുസരിച്ചുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, അതിനകത്ത് ഓണറിന്റെ കണ്ടിട്ടില്ലേ? ആംബുലൻസിന്റെ ഇതിനകത്ത് ഓണറിന്റെ പേരുണ്ടാവും, കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇനിയും ആ ആംബുലൻസിന്റെ സർവീസ് വേണമെങ്കിൽ ആക്റ്റീവ് വിഷ്വലില് ഒന്നാമത്തെ ആക്റ്റീവ് വിഷ്വൽ വാണിംഗ്. ഇതെന്താ പറഞ്ഞേക്കുന്നേ? ഫ്ലാഷ് ലൈറ്റിന്റെ കാര്യം തന്നെ അവിടെ വന്നേക്കുന്നത്. Usually the visual signals for the task in the shape of the flashing light. ഫ്ലാഷിംഗ് ലൈറ്റിന്റെ രീതിയിലുള്ള നമ്മൾ അപകടകരമായുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഫ്ലാഷ് ഇൻ ഓർഡർ ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ റോഡ് യൂസേഴ്സ്. അതെന്തിനു വേണ്ടിയിട്ടാ? റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നത് വേണ്ടിയിട്ടാ. ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് ആണ്, ആ ലൈറ്റ് കാണുമ്പോൾ നമുക്കൊരു അറ്റൻഷൻ കിട്ടണം. അതിന് നമ്മൾ അവർക്ക് ആംബുലൻസിൽ പോകാനുള്ള വഴി ഒതുക്കി കൊടുക്കണം, വഴി ക്ലിയർ ആക്കി കൊടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. As a ambulance approaches or to provide warning to
motorized approaching a stopped ambulance in dangerous position on the road. പിന്നെ അതുകൂടാതെ ആംബുലൻസ് പെട്ടെന്ന് എന്തെങ്കിലും ഇതിനകത്ത് ഡേഞ്ചറസ് പൊസിഷനിലൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അപകടകരമായ ഒരു അവസ്ഥയിൽ ആംബുലൻസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആംബുലൻസ് നമ്മൾ ചേർന്ന് ഒതുക്കി അങ്ങനെ ഒന്നും ഇടണമെന്നില്ല, എമർജൻസി ആയിട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ പെട്ടെന്ന് വന്ന് ചിലപ്പോ റോഡില് എന്താ പറയാ ഒതുക്കി ചേർത്ത് അങ്ങനെയൊന്നും ഇടാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ റോഡിന് ക്രോസ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ പുറകെ നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ ആണെങ്കിലും എന്താ ആ ഒരു ശ്രദ്ധ കിട്ടാൻ, പെട്ടെന്ന് വന്ന് ആംബുലൻസിലേക്ക് വന്ന് ഇടിക്കാതെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഏത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, ലൈറ്റ് കാണുമ്പോ അറിയാം നമുക്ക്, അതൊക്കെ അവർക്കൂടെയൊക്കെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, approaching a stopped ambulance in the dangerous position on the road. ഡേഞ്ചറസ് പൊസിഷനിൽ ആംബുലൻസ് റോഡിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ ആ ലൈറ്റ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. ഈ പാർക്ക് ചെയ്യുമ്പോ വെറുതെ നമ്മുടെ വണ്ടികളൊക്കെ റോഡിൽ പാർക്ക് ചെയ്യുമ്പോ പാർക്കിംഗ് ലൈറ്റ് ഇടണമെന്ന് കണ്ടിട്ടില്ലേ നിങ്ങള്? പാർക്കിംഗ് ലൈറ്റ് ഇട്ടേക്കുന്നത് എന്തിനാ? നമുക്ക് കുറച്ചുകൂടി അത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറുതെ പാർക്ക് ചെയ്ത് പോണേക്കായും ആ ലൈറ്റ് പാർക്ക് ചെയ്തിടുമ്പോ ലൈറ്റ് കിട്ടും. അപ്പൊ ദൂരെന്ന് നമുക്ക് ആ ലൈറ്റ് ഒക്കെ ഇതാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ വണ്ടി ഉണ്ട്, അപ്പൊ അതനുസരിച്ച് നമ്മൾ ഒതുക്കിക്കൊണ്ട് പോണം അല്ലേ? ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇന്ന് വായിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല, അത്രയും കാര്യങ്ങളൊക്കെ തീർന്നു. എന്തായാലും ഈ ക്ലാസ് ഇപ്പൊ നമുക്ക് ഒരു ക്ലാസ്സും കൊണ്ട് 1 or 2 ക്ലാസ്സും കൊണ്ട് തീരാവുന്നേ ഉള്ളൂ. അപ്പൊ എന്നാൽ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് വായിപ്പിക്കാം കേട്ടോ നിങ്ങളെ. ഓക്കെ, ഇവിടെ വരെ നമ്മൾ ഇന്ന് എടുത്തത് എഡിറ്റ് നമ്മൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പോർഷൻസ് തീരില്ല, അതുകൊണ്ടാണ്. പാസീവ് വിഷ്വൽ വാർണിംഗ് പറഞ്ഞു, അതില് ബാറ്റൻബർഗ് മാർക്കിംഗ് എന്താന്ന് പറഞ്ഞു, ആക്റ്റീവ് വിഷ്വൽസ് വാർണിംഗ് പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് ഓഡിബിൾ വാർണിംഗ് പറഞ്ഞു, പിന്നെ അതിനകത്ത് ആംബുലൻസിന്റെ കോസ്റ്റ് അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 4 ആയിട്ട് തിരിക്കാം. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ഉണ്ട്, പ്രൈവറ്റ് പാർട്ടീസിന്റെ കീഴിൽ വരുന്ന പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ് ഉണ്ട്, ചാരിറ്റി നൽകുന്ന ചാരിറ്റി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഉണ്ട്. അത് ഹോസ്പിറ്റലായിരിക്കും ആംബുലൻസ് സേവനം നൽകുന്നത്. അതിപ്പോ അത്രയും ദിവസം നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ അവര് ഫ്രീ ആയിട്ട് ഡെഡ് ബോഡി വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അത്രയും നാൾ ആ ഹോസ്പിറ്റലിൽ കിടന്ന് അവരൊക്കെ പേഷ്യന്റ് ആയി തന്നെ കുറെ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ അതിന് നമുക്ക് തന്നെ ഒരു ബെനിഫിറ്റ് പോലെ അവര് ബോഡി ഫ്രീ ആക്കി വീട്ടിലേക്ക് തരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ അടുത്ത ആഴ്ചയല്ലേ നമുക്ക്, നാളെ ഇല്ലല്ലോ, മൺഡേക്കല്ലേ ഉള്ളൂ. മൺഡേ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇതിപ്പോ അടുത്ത ക്ലാസ്സിൽ പറ്റുവാണെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വായിച്ചൊക്കെ വെക്കാം. അതൊക്കെ വായിച്ച് പോകേണ്ട ഇതുള്ളൂ. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം.